ഒരിക്കൽ കൂടെ ജീവന്റെ ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങളുടെ മുന്നാലെ നിൽക്കുവാൻ ദൈവന്റെ യോഗ്യനെ തീർത്തു. അതിനായി ആ കൃപയ്ക്ക് ഞാൻ ദൈവത്തെ വളരെ വളരെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാഷ്ട്രകാലം ദൈവം നമ്മളെല്ലാവരെയും കാത്തു പരിപാലിച്ചു. ഓരോ നാമത്തിൽ നടത്തുന്ന എല്ലാത്തിനും ദൈവം നമ്മളെ വിളിച്ചു. നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും എല്ലാത്തിനെയും അറിയുന്ന ദൈവം നമ്മുടെ കൂടെ ഇരുന്ന നമ്മളെ വഴി നടത്തി നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്നു. പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമുക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ കടന്നു വന്നപ്പോഴും ദൈവവചനത്താൽ പല വ്യക്തികളാൽ ദൈവം നമ്മളോട് സംസാരിച്ച് ദൈവം നമ്മളെ ഇതുവരെ നിലനിർത്തി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. परमेश्वर हमें आज तक संभाला, हमारा जीवन में आए हुए हर एक मुसीबत के बीच में से परमेश्वर हमको चला कर आज तक परमेश्वर हमको लेके आया. बहुत लोगों के सामने से बहुत लोगों की बातों को सुनकर हमारा मन थोड़ा निराश होने के समय भी लोगों को अलग लोगों को बेचते हुए प्रभु ने उनके वचन के द्वारा हमें याद दिलाया, मैं हूँ तेरे साथ, तुझे देखने वाला मैं तेरे साथ हूँ. പലപ്പോഴും പല അവസ്ഥകളിൽ നമ്മൾ കുരുങ്ങിയിരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു വചനത്താലോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കുകളാലോ ദൈവം നമ്മളെ അറിയിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിൽ പലരും ഇവിടെ ഇരിക്കുന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഇന്നത്തെ വചന ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇത് ഞാൻ കേൾക്കാൻ പോകുന്ന വചനം, ആ വചനത്തിന്റെ ആഴം അറിഞ്ഞുകൊണ്ട് എന്റെ വിശ്വാസത്തിന്റെ ഈ പാതയിൽ നല്ലൊരു വഴി നടത്തുവാനായിട്ട് ഈ വചനത്താൽ അങ്ങയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നതോ ഞാൻ ആഗ്രഹിക്കുന്നതോ അല്ല, അങ്ങയുടെ വചനം എന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കുവാനായിട്ട് ഇന്ന് എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലർക്കും അങ്ങയുടെ നാമം എടുത്ത് പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ നാമത്തെ വിളിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ എത്ര ശബ്ദത്തിലായാലും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ നൽകി തന്ന നല്ലൊരു ഭവനത്തിനായി, നല്ലൊരു സ്ഥലത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ വചന ചിന്ത എന്റെ ജീവിതത്തിൽ എന്റെ വിശ്വാസത്തിന്റെ ഒരു പടിയുടെ ഞാൻ മുന്നോട്ട് എടുത്തു വെക്കുന്ന ഒരവസ്ഥയ്ക്ക് കാരണമാക്കി തീർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ജനത്തെയും അടിയനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നൽകുന്ന വചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനത്തിന് വായിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണ് പിതാവേ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ആക്ച്വലി ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അഖിലിനോട് പറഞ്ഞായിരുന്നു, ഇന്ന് ഞാനല്ല പ്രസംഗിക്കാൻ പോകുന്നത് എന്ന്. ഞാൻ നിൽക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചതല്ല. അതിനുശേഷം പാസ്റ്റർ 121 സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ഞാൻ ഇന്ന് എന്റെ മനസ്സിൽ ദൈവം നൽകുന്ന വചനം ഇവിടെ പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തോട് കാണിക്കുന്ന ഒരു അനുസരണക്കേടായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 14-ാം വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 14-ാം വചനം. ആരുടെയെങ്കിലും മലയാളം ബൈബിളുണ്ടെങ്കിൽ മലയാളം വചനങ്ങൾ ശബ്ദത്തിൽ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 14-ാം വചനം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 14-ാമത്തെ വചനമാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചത്. നമ്മുടെ ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 14-ാം വാക്യം. വചനം വായിച്ചു കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പണ്ടുകാലങ്ങളിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന ചില പ്രസംഗങ്ങളോ ചില ക്ലാസ്സുകളോ എല്ലാം ഓടി വന്ന് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പല ദേവദാസന്മാരുടെ വചനം കേൾക്കുകയുണ്ടായി. ഓരോ ആഴ്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഇബ്രാഹിം എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കേട്ട കാര്യങ്ങളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു വചനഭാഗത്ത് നിന്ന് കേട്ട പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന് കാണണം. ദൈവം എനിക്ക് വചനം നൽകി തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതിൽ നിന്ന് ഞാൻ ഓൾറെഡി പല സ്ഥലങ്ങളിൽ
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ദൈവമേ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പുതിയ അറിവാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്? ഈ വചനത്തെ ഞാൻ പഠിച്ചതായി വചനം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതാ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പലനയിൽ അവിടെ മീറ്റിംഗിൽ നിന്ന സമയത്താണ്. മീറ്റിംഗ് കഴിഞ്ഞു ഓരോരുത്തരെ കൊണ്ട് ആക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം മദ്യപിച്ചിട്ടാണ് കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്, എന്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആടിയാണ് നിൽക്കുന്നത്. നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് അവിടെ ഒരു മതിലുണ്ട്, ആ മതിലെ പിടിച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത്, എല്ലാത്തിനും വിശ്വാസം വേണം. ഈ വെളിയിൽ കാണുന്നതൊന്നും അല്ല മോനെ, എല്ലാത്തിനും വിശ്വാസം വേണം. അപ്പൊ ഞാൻ ആ ചേട്ടനോട് കാര്യം പറഞ്ഞു, ചേട്ടൻ ഇപ്പൊ കുടിച്ചിരിക്കുന്ന കള്ള് കുടിച്ചാൽ ഇങ്ങനെ ആകുമെന്നുള്ള വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അവിടെ ഒരു വണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വണ്ടി ഞാൻ കുടിച്ചിട്ട് പോയാലും ഈ വണ്ടി എന്നെ ഇടിക്കത്തില്ല, കാരണം എന്റെ തമ്പുരാൻ എന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, അത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന്റെ കയ്യിലേക്ക് പോലെ ആയിരിക്കും. ചേട്ടൻ നിൽക്കേണ്ടാത്തിടത്ത് നിന്നാൽ ചിലപ്പോൾ ആ വണ്ടി തട്ടിയെന്ന് വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം പല കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു കാലത്ത് ഞാൻ വിശ്വാസിയായിരുന്നു, ഇപ്പോൾ ഞാൻ ആ വഴിയിലല്ല. എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു, പക്ഷെ യേശുവിനെ ആഴത്തിൽ അദ്ദേഹം അറിഞ്ഞില്ല. ഇന്ന് നമ്മൾ വായിച്ച ഈ സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതുമ്പോൾ യഹൂദ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരോട്, അങ്ങനത്തെ ഒരു ഓഡിയൻസോടാണ് താൻ ഈ വചനങ്ങളെല്ലാം എഴുതി ചില സന്ദേശം കൈമാറുന്നത്. യോഹന്നാനെ കുറിച്ച് പഠിച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു, സെബദിയുടെ പുത്രനായിരുന്നു. യേശു അവനെ സ്നേഹിച്ചിരുന്നു. അവൻ പല കാര്യങ്ങളും യേശുവിനോട് ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ യോഹന്നാൻ ഇത് എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ മറ്റൊരു യോഹന്നാനെ കുറിച്ച് അവന്റെ സാക്ഷ്യം എഴുതി വെച്ചുകൊണ്ട് ശേഷമാണ് താൻ ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ കേൾക്കുന്ന സമൂഹത്തിന് എഴുതുന്നത്. താൻ പറയുന്നു, അതിന്റെ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ താൻ കാണിച്ചിരിക്കുന്നത്, പലർക്കും പല സത്യങ്ങൾ അറിയാം, പലരും പല സമൂഹത്തിൽ ജീവിക്കുന്നവരും അവരുടെ വിചാരങ്ങൾ സത്യമാണ്, ഞാൻ അറിഞ്ഞത് സത്യമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത് താൻ പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ ഒരു സത്യവും ഇല്ല. ആ സത്യം എന്താണ്? അവൻ എവിടെ നിന്ന് വന്നു, അവന്റെ ഉറവിടം, അവൻ എങ്ങനെ വന്നു, അവൻ ആരാകുന്നു എന്നുള്ള കാര്യം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ താൻ എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ 1-ാം അധ്യായം 1-ാം വചനം നമുക്ക് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ പഴയ നിയമത്തെ എല്ലാ കാര്യങ്ങളെയും താൻ ഈ യഹൂദന്മാരോട് പറയുന്നത് ഒറ്റ വചനത്തിൽ താൻ അതിന്റെ രത്നചുരുക്കത്തിൽ പറയുന്നു. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് പുതിയൊരു കാര്യമല്ല, പക്ഷേ താൻ ലേഖനം എഴുതുമ്പോൾ താൻ പല സ്ഥലത്തും ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, യു നോ ഇല്ലെങ്കിൽ വി നോ, നമുക്കറിയാം. അതിനുശേഷം താൻ പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ ലേഖനത്തിലാണ് ഈ വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ വായിച്ചത് സുവിശേഷത്തിൽ നിന്നാണ്. പക്ഷേ ഇതിന് രണ്ടിന്റെയും ലേഖകൻ ഒന്നായതുകൊണ്ട് തന്റെ എഴുത്തിന്റെ ശൈലി ഇങ്ങനെയായിരുന്നു. ഒരാൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന പോലെ, എന്ന് വെച്ചാൽ അവന്റെ മുഖത്തോട് നോക്കി ചില കാര്യങ്ങൾ നേരെ പറയുന്ന ഒരു കാര്യമായിട്ടാണ് യോഹന്നാന്റെ എഴുത്ത ശൈലിയെ കുറിച്ച് നമുക്ക് കമന്ററീസ് ഒക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ പറയുന്നത്, യു ഓൾറെഡി നോ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിനക്ക് ചില കാര്യങ്ങൾ ഓൾറെഡി അറിയാം, പക്ഷേ നീ അറിഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ചിലർ നിന്നെ അറിയിച്ചിരിക്കുന്നത് സത്യമാണോ എന്ന് ഉള്ളത് നീ വചനത്തിൽ നിന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അതിനെ വിവേചിച്ചറിയണമെന്നുള്ളത്. അപ്പോൾ 1-ാം അധ്യായം അതിന്റെ 6 മുതൽ ഞാൻ പറയുന്നത്, ഈ ലോകത്ത് ഒരു മനുഷ്യൻ വന്നു, ആ മനുഷ്യൻ വെളിച്ചമല്ല, വെളിച്ചത്തിന്റെ സാക്ഷിയാകുവാനായിട്ടാണ് വന്നത്. നമ്മൾ യേശുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യേശു ലോകത്ത് ജീവിച്ചപ്പോൾ യേശു വേലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് താൻ കേട്ട ഒരു വാർത്തയാണ്, യോഹന്നാൻ സ്നാപകനെ കൊന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ യേശു വളരെ ദുഃഖിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. യേശുവിന്റെ കാര്യം മനസ്സിലായി, ഈ ദുഃഖത്തിൽ ഞാൻ നിൽക്കുവാനായിട്ടുള്ളതല്ല, അവൻ വന്നത് യേശു ദൈവത്തിനെ ആ വെളിച്ചത്തിന് സാക്ഷീകരിക്കുവാനാണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം നടക്കേണ്ടതായിരിക്കുന്നു. അതോടുകൂടെ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രമാണിയുടെ വീട്ടിൽ
കുറച്ച് പൈസയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പ്രമാണിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിനെ കുറിച്ചാണ് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വായിച്ച് കേൾക്കുന്ന ഇല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓഡിയൻസ് ആരാണ്, അവർ എന്താണ് എന്നുള്ള കാര്യം ഇതിന്റെ ലേഖകൻ വളരെ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് താൻ എഴുതുന്നത്. അപ്പൊ 2-ാം അധ്യായത്തിൽ പറയുന്നു, കാനാവിലെ കല്യാണത്തിന് ഒരു വലിയ പ്രമാണി അവൻ വേണ്ടുന്നതെല്ലാം അവൻ വിളിച്ചു ചെയ്തു ഒരുക്കിയതിനു ശേഷമാണ് അവൻ ആ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. പക്ഷെ അവനിൽ വന്ന കുറവ്, അവന്റെ ഗ്രഹത്തിൽ വന്ന കുറവ് എന്താണെന്ന് അറിഞ്ഞത് യേശുവായിരുന്നു. യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എന്റെ സമയം, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ മറിയം, യേശുവിന്റെ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ എന്റെ പുത്രനായിട്ടാണ് ഞാൻ അവനെ കണ്ടത്. പക്ഷെ ഇവിടെ വെളിപ്പെടാൻ പോകുന്നത് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. അതാണ് ഞാൻ പറഞ്ഞത്, യഹൂദന്മാർ യേശുവിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തയിലുള്ള പോലെ ഒരു മെസ്സേജ് ഞങ്ങളുടെ മുന്നിൽ കടന്നു വരും. പക്ഷേ ആ ചിന്തയെ എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ടാണ് യേശുവിന്റെ ജനനം സുവിശേഷത്തിൽ നമുക്ക് വായിക്കാണ്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു സമൂഹത്തിന് മുന്നിൽ യേശുവിനെ വരച്ചു കാണിക്കണമെങ്കിൽ യോഹന്നാൻ ചില തെളിവുകൾ നിരത്തി വെച്ചതിന് ശേഷമാണ്. അപ്പോൾ 2-ാം അധ്യായത്തിന്റെ അതിന്റെ 6-9 വചനം നമുക്ക് വായിക്കാം. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരൻ, യേശുവിന്റെ ശിഷ്യന്മാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അവിടെയുള്ള ആ പ്രമാണി ഇല്ലെങ്കിൽ വിളിച്ച ആ ഒരു സാർ എന്ന് വിളിക്കാം. കാരണം യോഹന്നാൻ സുവിശേഷത്തിൽ പല സ്ഥലത്തും യേശുവിനെയും സാർ എന്ന് വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യജമാനനെ അല്ലെങ്കിൽ സാർ എന്ന് വിളിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ പ്രമാണിയുടെ വീട്ടിൽ, ആ സാറിന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിൽ നടന്ന ആ ഒരു വലിയ അത്ഭുത കാര്യത്തിന്റെ ഉറവിടം എന്താണ്, ഇത് എവിടെ നിന്ന് വന്നു എന്ന് താൻ അറിഞ്ഞില്ല. പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിൽ സൗഖ്യം ലഭിച്ചവരുണ്ടാകാം, നന്മ ലഭിച്ചവരുണ്ടാകാം, ഇങ്ങനെ പലവിധമായ അനുഗ്രഹങ്ങളിൽ കൂടെ കടന്നുപോയവരുണ്ടാകാം. അതാണ് ഞാൻ മുന്നോടിയിട്ടൊരു കാര്യം പറഞ്ഞത്. ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചേട്ടന്റെ കാര്യം, അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞത്, ഒരിക്കൽ ഞാൻ ഇതെല്ലാം കണ്ടു, ഒരിക്കൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചു, പക്ഷെ ഇപ്പോൾ ഇല്ല എന്ന് വെച്ചാൽ യേശുവിനെ ആഴത്തിൽ അറിയുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് തന്റെ വീട്ടിൽ നടന്ന ഈ അത്ഭുത പ്രവൃത്തിയുടെ ഉറവിടം എവിടെയാണ് എന്ന് തനിക്ക് അറിയത്തില്ല. 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര വലിയ പ്രമാണിയാണ്, എത്ര ജ്ഞാനമുണ്ട് എങ്കിലും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. ഇതെല്ലാം യോഹന്നാൻ ഇത് എഴുതി വെക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വളരെ ഹൃദയത്തിനുള്ളിൽ തനിക്ക് ഒരു പേടി ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതെല്ലാം വായിക്കുന്നതും ഇതെല്ലാം അറിയാൻ പോകുന്നതും ആ കാലത്തിലുണ്ടാകുന്ന വലിയ പ്രമാണികളായിരിക്കും. അവരോടാണ് ഈ വലിയ പ്രമാണികളുടെ കഥകൾ മാത്രം, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം അതിന്റെ 1, 2, 3 അധ്യായങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ് 3:14 എഴുതി വെച്ചിട്ടുണ്ട്. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യോഹന്നാൻ പറയുന്നത് ഈ ലോകപരമായ ചില നന്മകൾ നേടിയത് കൊണ്ട് മാത്രം തീരുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ ലോകപരമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. പക്ഷേ അതിനുപരി യേശു കർത്താവ് കടന്നു വന്നതിന്റെ ഉദ്ദേശം എന്റെയും നിങ്ങളുടെയും നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടിയുള്ളത് ചെയ്യണം എന്നുള്ള കാര്യമാണ് 3:15 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം അതിന് 3:31 വചനം വായിച്ചാട്ടെ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും മുകളിൽ നിന്ന് വന്നവരായും എല്ലാവർക്കും എല്ലാം ലഭിച്ചവരുമായും പലരുടെയും മുന്നിൽ ഒരു നാടകം കളിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
കായംകുളത്ത് നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് കായംകുളത്ത് നിന്ന് വരുമ്പോൾ ആ ബോർഡ് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു വലിയ ബോർഡ് നമുക്ക് കാണാം. അവിടെ എഴുതുന്ന ഹൃദയങ്ങൾ പറയട്ടെ പരിമല മതി. പലയിടത്തും ഈ ബോർഡ് നിങ്ങൾക്ക് കാണാം. പക്ഷെ എത്ര പേര് പറയും എനിക്ക് പരിമല മതി എന്നുള്ളത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെടാനാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും ഞാൻ ബോർഡുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയങ്ങൾ പറയണം എനിക്ക് ഈ ലോകത്തുള്ളതല്ല വേണ്ടത്, എനിക്ക് ആ നിത്യജീവൻ മതി. അതിന്റെ കുറിവാക്യം നമ്മൾ വായിച്ചു. അതിലേക്ക് മുന്നോടിയായിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർപ്പിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ശമരിയ സ്ത്രീ യേശുവായിട്ട് സംസാരിക്കുന്നു. അവൾ നിരീക്ഷതുപോലുമല്ല, അവളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ യേശു കർത്താവ് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തുമെന്നുള്ളത്. അപ്പോൾ യേശു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവൾ പറയുന്നൊരു കാര്യമുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അതിന് യേശു, ഈ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവിടെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഓഡിയൻസിന് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകേണ്ടതുണ്ട്. അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ഈ സുവിശേഷം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് യജമാനൻ സർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറയുന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? ആ ഒരു കാലഘട്ടത്തിൽ പലരും ചിന്തിച്ചിരുന്നത് പിതാക്കന്മാർ ചെയ്തു വന്ന കാര്യങ്ങൾ, പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചു എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ഈ സുവിശേഷത്തിലൂടെ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ പിതാക്കന്മാരിലും ഉപരി വലിയവൻ ഒരുത്തൻ നമുക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. 3:16 പറയുന്നത് അവന്റെ ലക്ഷ്യം നിന്റെ ജഡത്തെയോ നിന്റെ സാമ്പത്തിക കാര്യങ്ങളെയോ മാറ്റിമറിക്കുന്നതല്ല, അവനിൽ നിന്ന് വേർപെട്ടു പോയ ആത്മരക്ഷയാണ് അവന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം, അതിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, ആത്മരക്ഷ. ആത്മരക്ഷ. നമുക്കൊരു ട്രാക്ട് ഉണ്ട്, ഗോഡ്സ് ഓഫർ ഓഫ് സാൽവേഷൻ, ABC പോലെ എഴുതാം എന്ന് പറഞ്ഞ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ ചിന്തയുടെ അതിന്റെ ഒരു ഹെഡിങ് ഇങ്ങനെയാണ്, ആത്മരക്ഷ, ഇറ്റർണൽ ലൈഫ്, ആത്മരക്ഷ, സാൽവേഷൻ. അതിനുശേഷം താഴ്ത്തിയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മൾ പ്രതിനിധിക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അന്നത്തെ സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം രോഗം പിടിച്ച് അവിടെ പാരലൈസ് ആയി നടക്കുവാനോ എണീക്കുവാനോ പറ്റാണ്ട് വിഷമിച്ച് കിടന്ന ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്നുള്ള കാര്യം യോഹന്നാൻ വരച്ചു കാണിച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ, ഒരു വ്യക്തിയുടെ കഥയിൽ, അതിനു മുമ്പും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ സൗഖ്യത്തിന്റെ ഭാഗമാണ്, ഒരു ഇതിഹാസ ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 38 വർഷമായിട്ട് അദ്ദേഹം കിടന്നിരുന്ന കുളത്തിന്റെ പേരെന്തുവായിരുന്നു? ബെഥസ്ദ എന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം കിടന്നു. അത് ആ കുളം എവിടെയായിരുന്നു? ജെറുസലേം. അപ്പോൾ ജെറുസലേമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് പീസ്, സമാധാനത്തിന്റെ നഗരം, സമാധാനത്തിന്റെ നഗരം. അതിനുശേഷം ആ കുളക്കടവിന്റെ പേര് ബെഥസ്ദ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഹൗസ് ഓഫ് മെർസി. അതിന് മലയാളം ഹൗസ് ഓഫ് മെർസി, കൃപയുടെ
ഭവനം, സമാധാനത്തിന്റെ നഗരത്തിൽ, കൃപയുടെ ഭവനത്തിലാണ് 38 വർഷമായിട്ട് ഒരു വ്യക്തി തന്നെ ആരെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറക്കി തന്നാൽ മതിയേ എന്നുള്ളൊരു ഭാവത്തിൽ കിടക്കുന്നത്. പലരും തന്റെ മുന്നാകെ വരുന്നു. അവിടെ ദൂതൻ വെള്ളം കലക്കുമ്പോൾ പലരും വരുന്നു, ഇറങ്ങുന്നു, പോകുന്നു. ഇതെല്ലാം താൻ തന്റെ സ്വന്തം കണ്ണാൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളും കാണുന്നുണ്ട്. പലർക്കും നന്മ ലഭിക്കുന്നതും, പലരും മുന്നോട്ട് പോകുന്നതും, പലരുടെ നന്മയും സമ്പത്തും വർദ്ധിക്കുന്നതും, എല്ലാം പലരുടെ അവസ്ഥകൾ മാറുന്നതും നമ്മൾ നമ്മുടെ കണ്ണാൽ കാണുന്നുണ്ട്. പക്ഷേ ഇതെന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് 38 വർഷമായിട്ട് ആ വ്യക്തി അവിടെ കിടക്കുന്നത്. തനിക്ക് ഒരു തലയണ, പുതപ്പ് എല്ലാം ഉണ്ട്. അത് മാറ്റി വിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്. അപ്പോൾ താൻ കാണുന്നതെല്ലാം മറ്റുള്ളവരുടെ നന്മയെ കുറിച്ചാണ്, മറ്റുള്ളവരുടെ ജീവിതം മാറുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ഈ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇല്ല. അതല്ല നമുക്ക് വാക്യം വായിച്ചപ്പോൾ കാണുവാൻ സാധിച്ചത്. ആ പശ്ചാത്തലം അങ്ങനെയാണ്. ആ വ്യക്തിയുടെ വേദനയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് ഒരാഴ്ച ഒരു പനി വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 38 വർഷമായിട്ട് തന്റെ കണ്ണിന് മുന്നിൽ പലരും നടക്കുന്നതും പോകുന്നതും എല്ലാം താൻ കാണുന്നുണ്ട്. പല സാറുമാരും അവിടെ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ 7-ാം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 6-7 കൂടെ വായിച്ചാട്ടെ. അവൻ കിടക്കുന്നത് യേശു കണ്ട് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, അവൻ കിടക്കുന്നത് യേശു കണ്ട് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. എന്ത് ചോദ്യമാണ് യേശു ചോദിച്ചത്? 38 വർഷമായിട്ട് വേദനയിൽ നിന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് നിനക്ക് സൗഖ്യമാകുവാനായിട്ട് ആഗ്രഹമുണ്ടോ, അതോ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയോ? നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് ദൈവം നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ, ഇത് വേണോ അതോ വേണ്ടയോ? 38 വർഷമായിട്ട് തന്റെ ശരീരത്തിൽ വേദന, തന്റെ ആത്മാവിൽ വേദന, താൻ അവിടെ നിരാശനായി കിടക്കുന്നു. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിന് ഇംഗ്ലീഷ് വാക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അവിടെ പല സാറുമാരും കടന്നു പോയത് താൻ തന്നെ കണ്ടിട്ടുണ്ട്. പലരും അവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചു പോകുന്നത് താൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവനെ കാണുവാനായിട്ട് അവിടെ വേറെ ആരുമില്ലായിരുന്നു. അതിനുള്ള വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യേശു അവനെ കണ്ടു. ഈ യേശു അവനെ കണ്ടു, യേശുവിനോട് ചോദിച്ചു, ഇല്ലെങ്കിൽ കാണുന്നു, ചോദ്യം ചെയ്യുന്നു, ഉത്തരം പറയുന്നു. ഈ 3 കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലരും യോഹന്നാനോട് ചോദിച്ചു, 1-ാം അധ്യായത്തിൽ നീ ആരെ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാവുന്നു, പക്ഷേ എന്റെ പുറകെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യൻ അല്ല. അവൻ വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ആത്മാവാനും വെള്ളത്താലും സ്നാനം നൽകുന്നവൻ, നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നവൻ എന്റെ പുറകെ വരുന്നുണ്ട്. അവന്റെ വഴി ഒരുക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുശേഷം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കും, യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും എല്ലാം ചില ചോദ്യങ്ങൾ അങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ വരുമ്പോഴും നിക്കോദിമോസ് യേശുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നു, അതിന്റെ കറക്റ്റ് ഉത്തരം നൽകുന്നു. ആ ഉത്തരത്തിൽ ചോദ്യമില്ല. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കുന്ന ഉത്തരം, ലഭിക്കുന്ന ഉത്തരം എത്രയൊക്കെ അത് നമ്മുടെ മനസ്സിനെ ഇത് തെറ്റാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുവാൻ ശ്രമിച്ചാലും, ഇല്ലെങ്കിൽ യഹൂദന്മാർ ചിന്തിക്കുവാൻ ശ്രമിച്ചാലും, അവർക്ക് അതിനൊരു ചോദ്യം കിട്ടാത്ത ഉത്തരങ്ങളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. 4-ാം അധ്യായത്തിൽ വരുമ്പോഴും അങ്ങനെയാണ്. ഞങ്ങളുടെ പിതാവ് യാക്കോബിനെക്കാളും വലിയ ആളാണോ എന്നൊരു ചോദ്യം ആ സ്ത്രീ ചോദിച്ചു. ആ സ്ത്രീക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരം കൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം 5-ലേക്ക് എത്തുമ്പോൾ യേശു വന്ന് ആ 38 വർഷമായിട്ട് വേദനയിൽ നിന്ന് വ്യക്തിയോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ താഴത്തേക്കുള്ള വചനഭാഗങ്ങൾ നമ്മൾ വായിച്ച 14-ാം വചനം വരെ നമ്മൾ എത്തിയാൽ, യേശു അവന്റെ ജീവിതത്തിൽ അവനെ കണ്ടതിന്, അവന് സൗഖ്യം കൊടുത്തതിന് ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ
നമ്മുടെ തെറ്റുകൾ കാണാൻ വരുന്നതുണ്ട്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനായിട്ട് ദൈവം കൊണ്ടുവരുന്നതുണ്ട്. ചില കാര്യങ്ങളുണ്ട് നമ്മൾ സ്വന്തമായിട്ട് വിളിച്ചു കേട്ടുന്ന ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ 3 തരത്തിലുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താന്ന് നമുക്ക് താഴത്തേക്കുള്ള വചനഭാഗങ്ങൾ വായിച്ചു നോക്കാം. അപ്പോൾ യേശു അവനെ കണ്ടു. അതിന്റെ 8-ാം വചനം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ യേശുവിന്റെ ഒരു കാര്യം പറയുകയാണ്, എനിക്ക് സൗഖ്യമാകാനൊക്കെ മനസ്സുണ്ട്, പക്ഷെ ഈ വെള്ളം കലങ്ങുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നിരങ്ങി ചെല്ലുമ്പോൾ എന്നേക്കാൾ മുന്നിൽ ഒരുത്തരം വന്ന് മുങ്ങുന്നു, അവൻ സൗഖ്യം പ്രാപിക്കുന്നു, അവൻ തിരിച്ചു പോകുന്നു. എന്നിട്ടും ഞാൻ എന്റെ സ്ഥലത്ത് തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇപ്പോൾ കുളം ഇവിടെയാണ്, അദ്ദേഹം കിടക്കുന്നത് ഇപ്പോൾ അത്ര ദൂരത്തിലാണെങ്കിൽ നിരങ്ങി എങ്ങനെയെങ്കിലും അടുത്ത് വരെ വന്ന് കാണുമല്ലോ. അപ്പോൾ ദിനം തോറും അദ്ദേഹം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 38 വർഷം എടുത്തു അവിടെ നിരങ്ങി കുളത്തിന്റെ അടുത്ത് വരെ എത്താനായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്നെ ഇറക്കുവാനായിട്ട് ആരും ഇല്ല. അപ്പോൾ യേശു പറഞ്ഞ ഉത്തരം എന്താണ്? യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവിടെ വന്ന പല യജമാനന്മാരും പറഞ്ഞ വാക്കുകളും തനിക്ക് ചിലപ്പോൾ തന്റെ ചെവിയിൽ ഉണ്ടാകാം. പക്ഷെ ഇതുവരെയും താൻ കേൾക്കാത്ത ഒരു ശബ്ദം, ഇതുവരെയും താൻ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ, ചില വാക്കുകളാണ് താൻ കേട്ടത്. അവനോട് പറഞ്ഞത് നീ എണീറ്റ് വെള്ളത്തിൽ മുങ്ങുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ മനസ്സിൽ എനിക്ക് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ഞാൻ ആ വെള്ളത്തിൽ മുങ്ങണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ പോകുന്നത്. ആ വ്യക്തിയുടെ കർത്താവ് പറയുന്നത്, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. അപ്പോൾ ആ വ്യക്തി 38 വർഷമായിട്ട് അവിടെ കിടന്നപ്പോൾ ആർക്കും വേറെ ചോദ്യങ്ങളൊന്നും ആ വ്യക്തിയോട് ഇല്ലായിരുന്നു. ആകെ ഒരു ചോദ്യം ചോദിച്ചതായിട്ട് നമ്മൾ വചനഭാഗത്തിൽ കാണുന്നത് യേശു ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ. പക്ഷെ തനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പല ചോദ്യചിഹ്നങ്ങൾ തന്റെ മുന്നിൽ വന്നു. അതിന്റെ 8-ാം വചനം, 9-ാം വചനം. ഉടനെ ആ മനുഷ്യന് സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബ്ബത്തായിരുന്നു. അവരെ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബ്ബത്താകുന്നു, കിടക്കയെടുത്ത് എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൗഖ്യം പ്രാപിച്ച് താൻ തന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിയപ്പോഴാണ് അതുവരെയും കണ്ട പലരും ഒരിക്കലും ചോദിക്കാത്ത വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്ന് ശബത്ത് ദിനത്തിൽ നീ ഇത്ര സന്തോഷിച്ചുകൊണ്ട്, ഞാൻ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള വിടുതലയാണ്. ആ നീ കിടക്കയെടുത്ത് നടക്കുന്നത് ഉചിതമാണോ? അതിന്റെ ബാക്കിയുള്ള വചനം 11. അവൻ അവനോട്, ഇനി സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കാം എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. 12. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്കാം എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. വീണ്ടും ചോദ്യം, ഈ കിടക്കയെടുത്ത് നടക്കാം എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരാണ്? ശബത്ത് ദിവസത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എന്താ ആ വ്യക്തിക്ക് അറിയത്തില്ലേ? നമ്മളതിന്റെ പശ്ചാത്തലം പഠിച്ച് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, നീ കിടക്കയെടുത്ത് നടക്കാം. താൻ കിടക്കയെടുത്ത് നടന്നു. അതിനുശേഷമാണ് തന്നെ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നവർ ചില ചോദ്യങ്ങളായിട്ട് വന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിന്റെ ചില വാക്കുകൾ കേട്ടറിഞ്ഞ് മുന്നോട്ടൊരു കാലെടുത്ത് വെക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കടന്നു വരുന്നത്. ഇതാരാ നിനക്ക് ഈ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത്? നിനക്കറിയത്തില്ലയോ? ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയൊന്നും പോയത് കൊണ്ട് ഒന്നും ലഭിക്കത്തില്ല. നമ്മൾ പലരും ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാണ്? സൗഖ്യം പ്രാപിക്കാൻ. 23 സങ്കീർത്തനം അതിന്റെ ലാസ്റ്റ് വചനം എഴുതി വെച്ചിരിക്കുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും, ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ, എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ നന്മയുടെയും കരുണയുടെയും പുറകെ പിന്തുടരുമെന്നാണോ? നേരെ തിരിച്ചല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നന്മയുടെയും കരുണയുടെയും പിന്നെ ചെല്ലുന്നൊരു അവസ്ഥയാണ് നമ്മളിൽ പലരും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ വചനം പറയുന്നു, നീ നേരായ വഴിയിൽ അറിയേണ്ട സത്യം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ നന്മയും കരുണയും നിന്നെ പിന്തുടരുമെന്നുള്ള കാര്യം. ആ ഒരു സ്ഥാനത്താണ് നമ്മളിൽ പലർക്കും ചില തെറ്റുകൾ പറ്റിപ്പോകുന്നത്, ഈ ഒരു സമൂഹത്തിൽ തെറ്റിപ്പറ്റി പോകുന്നത്. ഞാൻ
ലോകപരമായ ചില കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞിരിക്കുന്നു എന്നൊരവസ്ഥയിലാണ്. ഏകദേശം അതേ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഈ ലേഖനം ഈ സുവിശേഷം വായിക്കുമ്പോൾ അവിടുത്തെ ഒരു ഓഡിയൻസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ പലരും ചോദ്യം ചോദിച്ചു. പക്ഷേ അവന് കൊടുത്ത സൗഖ്യത്തിന്റെ അർത്ഥം, ഉദ്ദേശം എന്താണെന്നുള്ളത് അവനെ യേശു പിന്നെ കാണേണ്ടടുത്ത് വെച്ച് കണ്ടപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്. അതിന് താഴത്തേക്കുള്ള വചനം 13-14. എന്നാൽ അവന്റെ പുരുഷനും ഉണ്ടായിരിക്കാൻ യേശു മാറി കടന്നുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചു. അവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടും എന്നെ സൗഖ്യപ്പെടുത്തിയത് ആര് എന്ന് അവന് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ അവനോട് ചോദിച്ചാൽ, ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ വന്നു, എന്നോട് സംസാരിച്ചു, എന്നോട് പറഞ്ഞു കിടക്കയെടുത്ത് നടന്നുകൊള്ളുക. ഞാൻ നടന്നയാളെ കുറച്ചു പേർ എന്നോട് വന്ന് ചോദിച്ചു, ഇതാരാ നിനക്ക് ഈ സൗഖ്യം തന്നത്? അതും ഈ ശബത്ത് ദിവസത്തിൽ ഞങ്ങളെ ചില കാര്യങ്ങൾ നടക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സമയത്തിൽ നിന്നോട് ഈ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞത് ആരാണ്? അപ്പോൾ ഈ വ്യക്തിക്കും അറിയത്തില്ല ഒരു കറക്റ്റ് ഉത്തരം ഞാൻ എന്ത് പറയും, ആരെന്നെ സൗഖ്യപ്പെടുത്തി, ഏത് യജമാനൻ. താനോട് ഉത്തരങ്ങളൊന്നും പറയുന്നില്ല, കാരണം തനിക്ക് അറിയത്തില്ല. അതിനുശേഷം 14-ാം വചനം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളുടെ 3 പശ്ചാത്തലങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നത് അദ്ദേഹത്തെ വന്നുപോയ ചില കാര്യങ്ങൾ, ചില തെറ്റുകൾ കാരണം താൻ അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, അതിനുശേഷവും അവൻ യേശുവിനെ കണ്ടില്ല, യേശുവാണ് അവനെ കണ്ടത്. അങ്ങനെയല്ല വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവൻ യേശുവിനെ കണ്ടില്ല. നമ്മൾ പലപ്പോഴും പല ആലയങ്ങളിലും പല സ്ഥലങ്ങളിലും യേശുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ യഹൂദന്മാരുടെ ഒരു ചിന്തയിൽ ഇല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ കടന്നില്ല. ഞാൻ വിചാരിക്കുന്നത് പോലെ ഇന്ന് എനിക്ക് കേൾക്കണം, ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ ഇന്ന് എനിക്ക് കാണണം എന്ന് വിചാരിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ചില വാക്യങ്ങൾ, ചില വചനങ്ങൾ, ചില വാക്കുകൾ നമ്മൾ ചെവി കൊള്ളാറില്ല. കാരണം എന്റെ ചിന്തയിലല്ല, എന്റെ ചിന്തയുടെ പ്രകാരമല്ല വചനങ്ങൾ വരുന്നത്. അതുകൊണ്ട് 14-ാം വചനത്തിൽ യേശു അവനെ കണ്ടിട്ട് ആദ്യം അവനോട് പറഞ്ഞത് അവന്റെ ഹൃദയത്തെ, അവന്റെ ആത്മാവിനെ, അവന്റെ ഹൃദയത്തെ തൊട്ട് തണുപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു. പക്ഷെ രണ്ടാമത് അവനെ കണ്ടുകൊണ്ട് ആ ആലയത്തിൽ വെച്ച് അവനോട് പറഞ്ഞത് എന്താണ്? നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി പാപം ചെയ്യരുത്. ആദ്യം അവനോട് പറഞ്ഞത് നിനക്ക് സൗഖ്യമായല്ലോ, നിനക്ക് നിന്റെ കിടക്കയും എടുത്ത് നടക്കാം, ഇനി ഈ സ്ഥലം നിനക്കുള്ളതല്ല, ഇത്രയും 38 വർഷമായി നീ ഇവിടെ യാതന അനുഭവിച്ചു, ഇനി ഇത് നിനക്കുള്ളതല്ല. അതിന് 2ാമത്തെ പ്രാവശ്യം യേശു പറഞ്ഞത് അവന്റെ നിത്യജീവൻ, അവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. ഇതിൽ 1ാമത്തെ സന്ദേശം കേൾക്കുവാൻ അവനോ ഇല്ലെങ്കിൽ എനിക്കോ നമുക്ക് പലർക്കും ഇഷ്ടമായി എന്ന് വരാം. കാരണം എന്റെ ഒരു അവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ്. ഒരു വാക്കാണ് ഞാൻ കേട്ടത്, ഇത്രയും നാളുകളായി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന, ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ മേലാണ് ഒരു മാറ്റത്തിന്റെ വാക്കുകൾ ഞാൻ കേട്ടത്. പക്ഷെ ദൈവവചനം പറയുന്നത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്നുകൊണ്ട് ഇതാണ് എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് ചിന്തിക്കാൻ വരട്ടെ. അതിന്റെ 14-ാം വചനം പറയുന്നത്, പിന്നെയും അവനെ യേശു കണ്ടിട്ട് അവിടെ പറഞ്ഞ കാര്യമുണ്ട്. അതാണ് യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നത്, അവൻ വന്നിരിക്കുന്നത് ആർക്കും ഈ ലോകപരമായ നന്മയോ കാര്യങ്ങളോ നൽകി കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുവാനായിട്ടല്ല, അവരുടെ ആത്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ ആത്മയുടെ രക്ഷ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്താണ്ട് പോയാൽ നമുക്ക് എന്ത് ലാഭം? അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുവൻ ഈ ലോകത്തിലുള്ളത് എന്തൊക്കെ നേടിയാലും, ആ എന്തൊക്കെ നേടിയാലും എന്നുള്ളത്, ഞാൻ ചിലപ്പോൾ ഒരു കുഷ്ഠരോഗിയായിരുന്നായിരിക്കാം, എന്റെ കുഷ്ഠരോഗം മാറി ഞാനൊരു പച്ചയായ മനുഷ്യനായി നിന്നാലും ഞാൻ എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്റെ സൗഖ്യത്തിനോ എന്നിൽ നടന്ന കാര്യങ്ങൾക്കോ ഒരു അർത്ഥവുമില്ല. അതാണ് യേശു കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കാണിക്കുന്നത്. നീ 38 വർഷമായിട്ടായിരുന്ന അവസ്ഥയിലല്ല നീ, പക്ഷേ എനിക്ക് നിന്നോട് കൈമാറുവാനുള്ള സന്ദേശമുണ്ട്. നിന്റെ ആത്മരക്ഷ, അതാണ് ഈ വചനത്തിന്റെ ആഴം. കഴിഞ്ഞ ആഴ്ച പ്രിയ ജാക്കോബാസ് കടന്നു വന്നപ്പോൾ പ്രിയ ആന്റിയെ കുറിച്ച്
നടന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പലരെയും ദൈവമേ ഈ ആത്മരക്ഷയിലേക്ക് വഴി നടത്തണമേ എന്നായിരിക്കും പലരുടെയും പേരുകൾ എഴുതി വെച്ച ആ ആന്റി പ്രാർത്ഥിച്ചത്. പക്ഷേ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം പലപ്പോഴും ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ നടത്തേണ്ടതിനു വേണ്ടിയാണ് പള്ളികളിലും മന്ദിരങ്ങളിലും കയറി ഇറങ്ങുന്നത്. പക്ഷേ വചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ സ്ഥലം ഞാൻ മാറ്റിയത് നിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടിയല്ല, നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴി നിന്നെ കാണിക്കേണ്ടതിനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആത്മരക്ഷ എന്നിലും നിങ്ങളിലും നമ്മളിൽ ഓരോ മനുഷ്യരിലും എത്തിയില്ലെങ്കിൽ എന്ത് ലാഭം? അതും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ യേശുവിനെ കണ്ടു, യേശുവിനെ കേട്ടു എന്നുള്ളതിൽ മാത്രമല്ല, യേശുവിനെ രുചിച്ചറിയുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതാണ് യോഹന്നാൻ ഈ വചനങ്ങളോട് എഴുതി വെച്ചിരിക്കുന്നത്. സൗഖ്യം ലഭിച്ചാൽ അവിടെ നിന്നു പോകുന്ന ഒരു വിശ്വാസമാണെങ്കിൽ അതിന് അർത്ഥം ഇല്ല. ചില നന്മകൾ ലഭിക്കുമ്പോൾ അവിടെ നിന്നു പോകുന്ന, ഇല്ലെങ്കിൽ ഞാൻ സെറ്റിൽ ആയി എന്ന് വിചാരിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അതിന് അർത്ഥമില്ല. രണ്ടാമത്തെ പ്രാവശ്യം യേശു നിന്നെ കാണാൻ വന്നപ്പോൾ നീ മുഖം തിരിച്ചോ? അവന്റെ ശബ്ദങ്ങൾ നിന്റെ മുന്നിൽ വന്നപ്പോൾ നീ മുഖം തിരിച്ചോ? അതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം അവൻ വന്നതിന്റെ ഉദ്ദേശം ആത്മരക്ഷ എന്നുള്ളതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അവൻ കാൽവരി ക്രൂശിൽ അവന്റെ അവസാന രക്തം തുള്ളി വരെയും എനിക്കും ഈ ലോകത്തിലുള്ള മാനവജാതിക്കും വേണ്ടി ചൊരിഞ്ഞത് ഒരേ ഒരു അർത്ഥം വെച്ചുകൊണ്ട് മാത്രമാണ്. ആ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ അവന്റെ രണ്ടാം വരവിങ്കൽ കാണണം എന്നുള്ളത്. നമ്മളൊരു പാട്ട് ശരിക്കും ഓർമ്മ വരുന്നില്ല, ഒരു പാട്ട് നമ്മൾ പാടും, പോയപ്പോൾ താൻ വേഗം വരും. പക്ഷേ ഈ ലോകത്തിലേക്ക് വന്ന മനുഷ്യർ വന്ന പോലെയാണോ അവനെ എതിരേൽക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യചിഹ്നമാണ്. അതാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലേക്ക് ആദത്തിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനിൽ ഒരു പാപവും ഇല്ലായിരുന്നു. രണ്ടാമത്തെ ആദം അഥവാ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഈ ഭൂലോകത്തിൽ വന്ന് ജീവിച്ച് കാണിച്ചു, പാപമില്ലാതെ നമുക്ക് ജീവിക്കാം. ഈ ലോകത്തിലുള്ള തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ ജീവിക്കാം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്. ഇതെല്ലാം എഴുതി വെച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നത് അതാണ്. 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു മനുഷ്യൻ, അതുകൊണ്ട് നമുക്ക് വായിക്കാം. അധ്യായം 1 അതിന്റെ 6-7 വചനങ്ങൾ വായിച്ചാട്ടെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേര്. ഇവിടെ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അതിലൊന്ന് കാണാം. ദൈവം അയച്ചിട്ട് ഞാൻ വന്നുവെങ്കിൽ ഞാൻ ആ വെളിച്ചമാകാനായിട്ടല്ല വന്നത്, ആ വെളിച്ചത്തിന്റെ സാക്ഷ്യമാകാൻ. ഞാൻ വെളിച്ചമാകാനായിട്ടെന്ന് പറഞ്ഞത് അല്ല എന്ന് പറഞ്ഞത്, പലരും അവന്റെ പേരിൽ അവനാണ് എന്ന് വെച്ച് വരും. പക്ഷേ യോഹന്നാൻ പറയുന്നത് അവൻ ആരാണ് എന്ന് വിവേചിച്ചറിയും. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അപ്പോൾ ഈ ലോകത്തിൽ ആ 38 വർഷമായിട്ട് ആ കുളക്കടവിൽ കിടന്ന വ്യക്തിയും ഇവിടെ നിൽക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞു കുട്ടികളും മാതാപിതാക്കളും നമ്മൾ ആ ദൈവത്തിങ്കിൽ നിന്ന് വന്നുവെങ്കിൽ, അവനെ സാക്ഷീകരിക്കുവാനാണ് എന്നുള്ള കാര്യം മനസ്സിലായി എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. എന്നിലേക്ക് കടന്നു വരുന്നവർക്ക്, ഇല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ പ്രകാശം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്. അവനെ സാക്ഷീകരിക്കുവാനായിട്ടാണ് യോഹന്നാൻ കടന്നു വന്നത്. എന്താണ് വചനം? അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കുന്നതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ആമേൻ. ഈ വെളിച്ചത്തിന്റെ സാക്ഷ്യം പറയുവാനായിട്ടാണ് ആ 38 വർഷമായിട്ട് താൻ കണ്ട ഒരു യജമാനന്മാരും തന്നെ കാണാതിരുന്നത്. ഈ 38 വർഷം കഴിഞ്ഞതിന് ശേഷം തന്റെ ജീവിതത്തിൽ ലഭിച്ച ആ നന്മ 15-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 5:15. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന യഹൂദന്മാരെ അറിയിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ
യേശുവാണ് എന്നെ സൗഖ്യമാക്കിയെന്ന് അറിയിച്ച ചിലപ്പോൾ യഹൂദന്മാർ അവനെ കൊന്നുകളയാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ അവൻ ആര് എന്ന് രുചിച്ചറിഞ്ഞത്, അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഇപ്പോൾ 32 വർഷമായി പേടിച്ച കുളക്കരയിൽ കിടന്ന വ്യക്തിക്ക് പേടിയല്ല. താൻ പറഞ്ഞത് യേശു എന്നെ സൗഖ്യമാക്കി. 38 വർഷത്തിന് ശേഷമാണ് താൻ ആദ്യം യഹൂദന്മാർ തന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തനിക്കൊരു സാക്ഷ്യമായിട്ട് പറയുവാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിന്റെ ഇപ്പോൾ വായിക്കുമ്പോൾ 15-ാം വചനം വായിക്കുമ്പോൾ താൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് യഹൂദന്മാരോട് പറഞ്ഞു, യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. 16-ാം വചനം. യേശു ശബ്ദത്തിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. 17. യേശു അവരോട് എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. യേശു അവരോട് എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം യേശുവിന്റെ നമ്മൾ താഴ്ചകൾ വചനങ്ങൾ വായിക്കുമ്പോൾ ചിലർക്ക് നന്മ ചെയ്തതുകൊണ്ട്, ഒരു വ്യക്തിക്ക് നന്മ ചെയ്തതുകൊണ്ട് യേശുവിനെ തിരയുകയാണ് പലരും യേശുവിനെ തിരയുന്നു. അവനെ വീണ് സത്യത്തിലും ആത്മാവിലും അവന്റെ മുന്നിൽ കുമ്പിട്ട് ആരാധിക്കുവാനായിട്ടല്ല, അവരുടെ മുന്നിൽ അവനെ എങ്ങനെ കുമ്പിടാം, അവനെ എങ്ങനെ താഴ്ത്താം എന്നുള്ള ചിന്തയായിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ കൊല്ലുവാനായിട്ട് പലരും യേശുവിനെ തിരയുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ആത്മീയ അർത്ഥങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 38 വർഷമായതിനു ശേഷം തനിക്ക് ലഭിച്ച നന്മ തന്റെ ശരീരത്തെ മാത്രമല്ല തന്റെ ആത്മാവിന്റെ പുതുക്കത്തിനും വേണ്ടിയുള്ള ഒരു നന്മയാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്റെ ശരീരം 38 വർഷത്തിന് ശേഷം ഞാൻ വേറൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ഒരിക്കലും ഈ ലൗകിക നന്മകൾക്ക് വേണ്ടിയല്ല. അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ മുൻപാകെ നിന്നുകൊണ്ട് ഞാൻ സാക്ഷീകരിച്ചു എന്നുള്ള കാര്യം അവനോട് ഒരു തെറ്റും കുറ്റവും കൂടാതെ പറയണം എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുന്നത് യഹൂദന്മാരോട്, എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ്. അവനാണ് എന്നോട് പറഞ്ഞത് ഈ ശബത്ത് ദിവസത്തിൽ എന്റെ കിടക്കയെടുത്ത് നടക്കാം. ഇത് യഹൂദന്മാർക്ക് വളരെ വളരെ പിടിച്ചില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാനായിട്ട് പദ്ധതികളും ഓരോ പ്ലാനുകളും മെനഞ്ഞ് യേശുവിന്റെ പുറകെ നടന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനം നമ്മൾ എടുത്ത് നോക്കിയാൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇറ്റർണൽ ലൈഫ് ഈസ് ദ ഗോൾ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ആ ആത്മരക്ഷയാണ് നമ്മുടെ ഉദ്ദേശം. അതല്ലാതെ ഒരു ഡിനോമിനേഷന്റെയോ ഒരു ആൾക്കാരുടെയോ ഒരു യജമാനന്റെയോ ഒരു പുരോഹിതന്റെയോ അവൻ പറയുന്ന കാര്യങ്ങളല്ല. മുകളിൽ നിന്ന് വന്നിരിക്കുന്നവൻ, അവൻ പിതാവിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുന്നവർ, അവനെ വിശ്വസിച്ച അവന്റെ ആത്മരക്ഷ പ്രാപിച്ചവർ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അവൻ എന്നെ രക്ഷിച്ചു. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ഞാൻ രുചിച്ചറിഞ്ഞവനെ കുറിച്ച് സാക്ഷീകരിക്കുവാനുള്ള തന്റെ ഇടം ഈ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ ഈ കാലത്തെ ക്രിസ്തീയ പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ ഒരിക്കൽ ശബ്ദമുയർത്തി മതിലുകൾ ഇടിച്ചു കളഞ്ഞു എന്ന് വാദിച്ചു നിൽക്കുന്ന പലരും ഇപ്പോൾ പണിത മതിലുകൾക്കുള്ളിൽ തന്നെ ഒരു അവിഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്നു. ഞാനത് പഴയ നിയമത്തെ ആധാരമാക്കി പറഞ്ഞൊരു കാര്യമാണ്. ഒരു സമയമുണ്ടായിരുന്നു, ചില കോട്ടകളുടെ ചുറ്റും നടന്ന ദൈവത്തിന്റെ ശക്തിയാൽ, ശബ്ദത്താൽ ആ മതിലുകളെ ഇടിച്ചു കളയാനായിട്ട് സാധിച്ചു. പക്ഷേ ഇപ്പോൾ സാധിക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യം എനിക്ക് നല്ലത് എന്നുള്ള ചിന്ത എത്തിയപ്പോഴാണ് പലരും വിചാരിച്ചത്, ഞാൻ വിചാരിച്ച പോലെയല്ല മെസ്സിഹ വന്നത്, ഞാൻ ചിന്തിച്ചതുപോലെയല്ല ഞാൻ അവനെ കണ്ടത്, അതുകൊണ്ട് എനിക്ക് അവനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതായിരുന്നു ഈ പശ്ചാത്തലം. നമ്മൾ ഇന്ന് വായിച്ച വചനങ്ങളുടെ പശ്ചാത്തലം. അവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഈ ലേഖനം എഴുതുമ്പോൾ സെബദിയുടെ പുത്രൻ യോഹന്നാൻ ഈ ലേഖനം എഴുതിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല, നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ലോകത്തെ നന്മകൾ മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും യേശുവിനെ പിൻപറ്റരുത്. അവൻ നിങ്ങളെ വീണ്ടും കാണേണ്ടത് വെച്ച് കാണുമ്പോൾ അവന് മുഖം കൊടുക്കുക. അവന്റെ വരവിന്റെ ഉദ്ദേശം ആത്മരക്ഷ മാത്രമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ലോകത്തുള്ള ഒന്നും നമുക്ക് വേണ്ട, കൊള്ളിയേല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ലോകത്ത് നമുക്ക് കാറും വീടും ജീപ്പും എല്ലാം ഉള്ളവരുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും ഉദ്ദേശം ചെന്ന് നിൽക്കുന്നത് അവന്റെ വരവിന്റെ ഉദ്ദേശമായിട്ടാണോ എന്നുള്ള ചോദ്യചിഹ്നം ഇതൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഹൃദയങ്ങൾ പറയട്ടെ, പരിമല മതി. ഒരു നല്ലൊരു ക്യാപ്ഷനാണ് ആ ആശുപത്രിക്കാർ അവർ കൊടുക്കുന്നത്. പലരും ആശുപത്രിയിലേക്ക് ചെല്ലുന്ന അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പള്ളികളിലേക്ക് ചെല്ലുന്നത്. ചെല്ലുക, ഒ.പി. ടിക്കറ്റ് എടുക്കുക, അകത്ത് കയറുക, കാണുന്നവരെ കാണുക, സംസാരിക്കുക, ഞാൻ പറയുന്നു, അവിടെ നിന്ന് എഴുതി തരുന്നു, ഞാൻ വാങ്ങിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്നു, കുറച്ച് ദിവസം ഞാനത് കഴിക്കുന്നു, അതിനുശേഷം ഞാൻ വീണ്ടും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വ്യക്തിയുടെ ദൈവം പറയുന്നത്, യേശുദാസ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി നീ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പലരും അവിടെ മുങ്ങിയിട്ട് പോയവരുണ്ടാകും, പലരും തിരിച്ചു വന്നവരുണ്ടാകും. ഈ വ്യക്തിയോട്, ഈ വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത യജമാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നീ ആ വിട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഇല്ല, ഇനി അങ്ങോട്ട് കയറി ചെല്ലേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അവിടെയുള്ളത് എല്ലാം എടുത്ത് നടന്നുകൊള്ളുക. രണ്ടാമത്തെ പ്രാവശ്യം ആ മന്ദിരത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ അവസ്ഥ ഇതിലും ഹീനമാകാതെ, ഇതിലും ചീത്തതാകാതിരിക്കാൻ നീ ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക്, ഇല്ലെങ്കിൽ നീ തിന്മ ചെയ്ത് ജീവിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷമാണ് യേശുവും അവനുമായിട്ടുള്ള സംഭാഷണം നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച് വചനഭാഗത്തിന്റെ ചിന്താ വിഷയം, ഇല്ലെങ്കിൽ ഹെഡിങ് എന്ത് വരുന്നു? ആത്മരക്ഷ, ആ നിത്യജീവൻ. അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്. അതിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ ലോകത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള നന്മകളും സൗഖ്യങ്ങളും അത്ഭുത പ്രവർത്തികളും ഉള്ളത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നീ വിട്ടതിനെ വീണ്ടും പിടിക്കരുത് എന്നൊരു കാര്യം കൂടിയാണ് യേശു കർത്താവിനോട് പറയുന്നത്. ഞാനാണ് നിന്നോട് പറഞ്ഞത് കിടക്കയെടുത്ത് നടക്ക എന്നുള്ള കാര്യം. അങ്ങനെ ഞാനാണ് പറഞ്ഞത് എന്ന് നീ തിരിച്ചറിഞ്ഞുവെങ്കിൽ ഇനിയുള്ള നിന്റെ ജീവിതം എന്നെ സാക്ഷീകരിക്കുന്നതായിട്ടാണ് അവനെ ഇനിയുള്ള അവന്റെ ജീവിതം യേശുവിനെ സാക്ഷീകരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരിക്കലും വന്നിട്ടൊരു പാസ്റ്ററാണ് ജോയി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ. അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വളരെ വേണ്ടപ്പെട്ട ഒരു പാസ്റ്റർ. അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചൊരു കാര്യം പറഞ്ഞു. പപ്പ ഒരിക്കലും കടന്നു വന്നപ്പോൾ പറഞ്ഞു, പറഞ്ഞത് എനിക്ക് ഒരു വേറെ ചിന്തയിൽ വെച്ചല്ല, പപ്പയുടെ ചേച്ചിമാരുടെ പല മക്കളും ഒരിക്കൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെല്ലാവരും പിന്തിരിഞ്ഞ് അവർ വേറെ ചില കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ പലരും യേശുവിനെ കാണേണ്ടതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടിട്ടില്ല. ചില നന്മകൾ ലഭിച്ചപ്പോൾ എത്തിപ്പെട്ടു, പിന്നെയും അതേ നന്മകൾക്ക് വേണ്ടി നിന്നപ്പോൾ കിട്ടിയില്ല, തിരിച്ചു പോകുന്നൊരവസ്ഥ. ഇതാണ് ഇന്ന് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. വേറെ പലരുണ്ട്, വിടേണ്ടത് നമുക്ക് വിടുവാനായിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ ഈ വ്യക്തിയോട് യേശു പറഞ്ഞ കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. നിന്റെ കിടക്ക എടുത്ത് നടക്കുക. നിന്റെ ജീവിതം പഴയതുപോലെ ആകുവാനായിട്ടല്ല, ഒരു പുതുക്കിയ ജീവിതമാകുവാനായിട്ടാണ് ഞാൻ നിന്നോട് ഈ കിടക്കയെടുത്ത ആ കൃപയുടെ ഭവനത്തിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റിയത്. നീ ചിന്തിച്ചു അവിടെയാണ് നിന്റെ രക്ഷ എന്നുള്ളതെങ്കിൽ അവിടെയല്ല. ആ ചിന്ത ആ യെരൂശലേം നഗരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവിടെ കടന്നുപോയ പലർക്കും ഒരു സമാധാനം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് അതേ മന്ദിരത്തിന്റെ അകത്ത് കയറി ചില കാര്യങ്ങൾ ചെയ്തത്. ചാട്ടവാർ എടുക്കുവാൻ വരെ യേശു കർത്താവ് തുനിഞ്ഞത്. ഈ മന്ദിരത്തിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ ഒരിക്കലും യേശുവിനെ സ്നേഹിക്കുന്നവൻ എന്ന് മാത്രം പറയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയില്ല. അവൻ വടിയെടുക്കേണ്ട സ്ഥലത്ത് വടിയെടുക്കുന്നവനുമാണ്. അതാണ് ഇന്ന് നമ്മൾ വായിച്ച വചനം നമ്മോട് പറയുന്നത്. ആദ്യം ആ വ്യക്തിയുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന വാക്കാണ് പറഞ്ഞതെങ്കിൽ രണ്ടാമത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അന്ന് ഞാൻ പോയതുപോലെ തിരിച്ചു വരും. ഞാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിച്ചുകൊണ്ട് എന്നെ സാക്ഷീകരിച്ചുകൊണ്ട് നീ എന്റെ മുന്നിൽ നിൽക്കുന്നവനായി തീരണം. ഇത് മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യമാണ് ഈ ഒരു സമൂഹത്തോട് യോഹന്നാൻ പറയുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ 21-ാം അധ്യായത്തിൽ താൻ നിർത്തുമ്പോൾ പത്രോസിനെ എടുത്തു കാണിക്കുന്നു. താൻ വീണു പോയിട്ടുള്ളവരാണെങ്കിലും തിരിച്ചു വരുവാൻ മനസ്സുണ്ടവർക്ക് ആത്മരക്ഷ ഉണ്ട് എന്നുള്ള
സത്യം കൂടെ ഇതേ സുവിശേഷം നമ്മൾ പറയുന്നു. നമ്മൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ച വചനഭാഗം നമ്മുടെ മനസ്സിൽ നമ്മൾ ധ്യാനിക്കാം. ദൈവമേ, ഈ വചനഭാഗത്തിൽ നിന്ന് ഞാൻ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്റെ ജീവിതത്തിന്റെ നന്മയുടെ വളർച്ചയ്ക്ക് തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നന്മയുടെയും കരുണയുടെയും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ വചനം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നടക്കേണ്ടുന്ന വഴിയിൽ നടന്നാൽ, ആ ആത്മാവിന്റെ രക്ഷയിൽ ഞാൻ നടന്നാൽ നന്മയ്ക്കും കരുണയ്ക്കും ഒരിക്കലും മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊട്ടും മുട്ടുണ്ടാകുകയില്ല എന്ന് ഞാൻ ഉറപ്പായി പറയണമെങ്കിൽ ഞാൻ നന്മയുടെയും കരുണയുടെയും പുറകെ ചെല്ലുന്നവനായിട്ടല്ല, ആ ഇടയനോട് കൂടെ ഞാൻ ആയിരിക്കുമ്പോൾ നന്മയും കരുണയും എന്റെ പിന്നാലെ വരും എന്നുള്ള ഉറപ്പോടെ ആ വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ട് പിതാവേ എനിക്കൊരു നല്ല അവസരം, ഒരു നല്ല ജീവിതം തരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ ഹൃദയങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും അടിയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം ഞാൻ കേട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന ആ പുതുമയുടെ ഒരു അവസ്ഥ എന്നും നിലനിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഈ ലോകപരമായ ചില നന്മയിൽ കുടുങ്ങിക്കിടക്കാതെ ആ ആത്മാവിന്റെ ആ സാൽവേഷൻ, ആ ആത്മരക്ഷയിലേക്ക് നടക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റിപ്പോയ ജനത്തിന് മുന്നിൽ തെറ്റ് തിരുത്തുന്നവരായി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യാശിപ്പം ഭവനത്തെയും ഇവിടെ നടക്കുന്ന ഓരോ വേദനയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവിടുന്ന് വായിക്കുന്ന ഓരോ ചെറു കുറിപ്പുകളും അടിയൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽക്കുന്നു. അങ്ങ് കണ്ടിട്ടല്ലാതെ ഇത് ആരുടെയും കയ്യിൽ എത്തിച്ചേരുകയില്ല. അങ്ങ് ഉദ്ദേശിച്ചിട്ടല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കുകയില്ല. എന്നിരിക്കെ അങ്ങ് ഉദ്ദേശിച്ച കാര്യം മാത്രം ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമം ഉയർത്തി കാണിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുന്നു, അവരായിരിക്കുന്ന അവസ്ഥയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ മക്കളെയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സാറിനോട് പ്രാർത്ഥിക്കുന്നു, ഇവിടെ നടക്കുന്ന ദൈവവേലയോട് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ കോളേജിനോട് പ്രാർത്ഥിക്കുന്നു. സാരബാധോനയോട് പ്രാർത്ഥിക്കുന്നു. പലരെയും തുടങ്ങി വെച്ചിരിക്കുന്ന ആ ദൈവവേലയോട് പ്രാർത്ഥിക്കുന്നു. കടം തിരിച്ചുപോയ പലരും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ വചനത്തെയും അടിയനെയും ഇവിടെ കടന്നു വന്ന സമൂഹത്തെയും അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമ്പോഴാണ് പിതാവേ.